ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഒരിക്കൽ കൂടി അമ്മൂസ് ക്രിയേഷൻ ചാനലിലോട്ട് സ്വാഗതം. അപ്പോൾ കുറേ പേര് വീഡിയോ കാണുമ്പോൾ ഓരോ വീഡിയോയുടെ ഇടയിലും അവരുടെ ഡൗട്ട്സ് കമൻറ്റ് ബോക്സിൽ ഇടാറുണ്ട്. അപ്പോൾ ഈ ഇടയ്ക്ക് കുറച്ച് വന്നിരിക്കുന്ന ഡൗട്ട്സ് ആണ്, എങ്ങനെയാണ് തുണിയിലോട്ട് ഡിസൈൻ ട്രാൻസ്ഫർ ചെയ്യണേ, എങ്ങനെയാണ് നെക്ക് പാറ്റേൺ വരയ്ക്കണേ, ഒന്ന് കാണിച്ചു തരുമോ എന്നൊക്കെ ചോദിച്ച് കുറേ പേര് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിന് മുമ്പ് ഞാനൊരു വീഡിയോ ഡീറ്റെയിൽഡ് ആയിട്ട് കാണിച്ചിട്ടുണ്ട്. എന്നാലും ഇപ്പോൾ കുറേ റിക്വസ്റ്റ് വരുന്നതായിരുന്നു, ഞാൻ ഒന്നുകൂടെ ചെയ്ത് കാണിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഒരു ചുരിദാർ മെറ്റീരിയലിൽ നമ്മൾ എങ്ങനെയാണ് നെക്ക് പാറ്റേൺ വരയ്ക്കുക, അല്ലെങ്കിൽ നെക്ക് എവിടെയാണ് വരുന്നത്, എവിടെയാണ് നമ്മൾ ഡിസൈൻ ചെയ്യുന്നത്, എങ്ങനെയാണ് ട്രാൻസ്ഫർ ചെയ്യുന്നത് എന്നുള്ളതൊക്കെയാണ് കാണിക്കുന്നത്. ഇന്ന് ഒരു വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഡിസൈൻ ആണ്. ഫുൾ ഫ്രണ്ട് പോർഷനിലും വർക്ക് ഉണ്ട്, അതുപോലെ തന്നെ സ്ലീവ്സിലും വർക്ക് ഉണ്ട്. അപ്പം ഇന്നത്തെ കാണിക്കുന്ന ആ ഒരു ഡിസൈൻ, എൻ്റെ ആ പാറ്റേൺ ഞാൻ ഏറ്റവും ലാസ്റ്റ് എന്ന് കാണിക്കുന്നവരെ ആ വീഡിയോയുടെ അവസാനം ഉണ്ടാകും. ആ ഒരു പാറ്റേണിൽ ഞാൻ ഇന്ന് കാണിക്കുന്ന സ്റ്റിച്ച് തന്നെ തയ്ക്കണം എന്നൊന്നുമില്ല. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് സ്റ്റിച്ച് വേണമെങ്കിലും യൂസ് ചെയ്യാവുന്നതാണ്. എന്ന് വെച്ചാൽ ഈ ഒരു സെയിം ഡിസൈൻ തന്നെ ഞാൻ വേറെ സ്റ്റിച്ചും വെച്ച് ചെയ്തിട്ടുണ്ട്. ഇന്നിപ്പോൾ ഞാൻ കാണിക്കുന്ന ബൂളിയൻ നോട്ട് വെച്ചിട്ടാണ് തയ്ച്ച് കാണിക്കുന്നത്. അത് ഞാൻ സാറ്റിൻ സ്റ്റിച്ചും വെച്ചിട്ട് ഈ സെയിം ഡിസൈൻ ഞാൻ ചെയ്തിട്ടുണ്ട്. അത് നല്ല ഭംഗിയായിട്ട് തന്നെ വന്നു. അപ്പോൾ ചില ആൾക്കാർക്ക് ഒത്തിരി തെറിച്ച് നിൽക്കുന്നത് ഇഷ്ടമല്ല, ബൂളിയൻ നോട്ട് ഇച്ചിരി എടുത്ത് നിൽക്കില്ല. അപ്പം അങ്ങനെ ചെയ്യാൻ ഇഷ്ടമില്ലാത്ത ആൾക്കാർക്ക് സാറ്റിൻ സ്റ്റിച്ചോ അതല്ലെങ്കിൽ വേറെ എന്തെങ്കിലും സ്റ്റിച്ച് ലോങ് ആൻഡ് ഷോർട്ടോ എന്തെങ്കിലുമൊക്കെ വെച്ചിട്ട് നമുക്ക് തയ്ക്കാവുന്നതാണ്. അപ്പോൾ ഡിസൈൻ ഇന്ന സ്റ്റിച്ച് തന്നെ വേണം എന്നൊന്നുമില്ല. ഇന്ന് ഞാൻ കാണിക്കുന്നത് ഒരു കോട്ടൺ സിൽക്ക് മെറ്റീരിയലാണ്. അപ്പോൾ ഈ കോട്ടൺ സിൽക്ക് അല്ലെങ്കിൽ റോക്ക് കോട്ടൺ പല മെറ്റീരിയൽ നമ്മൾ മേടിക്കുമ്പം, നമ്മൾ മുറിച്ച് മേടിക്കുമ്പം അതിൻ്റെ സൈഡിൽ നിന്ന് ഇങ്ങനെ ഓരോന്ന് നൂല് ഊരി പോരാൻ തുടങ്ങും. അപ്പം അത് നിങ്ങൾ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ആദ്യം തന്നെ അതിൻ്റെ അരിക് അടിച്ചിട്ട് തയ്ച്ച് തുടങ്ങുവാണെങ്കിൽ ഇങ്ങനെ ഊരി പോരത്തില്ല. അല്ലെങ്കിൽ നമ്മൾ തയ്ച്ച് കഴിയുമ്പോഴേ സാരിയുടെയൊക്കെ കുറേ, അല്ലെങ്കിൽ ചുരിദാറിൻ്റെ ആണെങ്കിലും കുറേ ഊരി പോയിട്ട് ലെങ്ത്ത് കുറയാൻ തുടങ്ങും. ആദ്യം തന്നെ കിട്ടുമ്പോൾ ആദ്യം തന്നെ ഇങ്ങനത്തെ മെറ്റീരിയൽ ഊരി പോകുന്ന മെറ്റീരിയലിൻ്റെയൊക്കെ രണ്ട് സൈഡും അടിച്ചു വെക്കുക. അത് അടിച്ചു വെക്കാൻ പറ്റില്ല, മെഷീനിൽ അടിക്കുക, അതല്ലെങ്കിൽ കൈകൊണ്ട് വെറുതെ റണ്ണിങ് സ്റ്റിച്ച് ചെയ്ത് വെക്കുക. അതും അല്ലെങ്കിൽ മടക്കിയിട്ട് സേഫ്റ്റി പിന്നോ അല്ലെങ്കിൽ നമ്മുടെ മൊട്ട് സൂചികളോ യൂസ് ചെയ്തിട്ട് ചുമ്മാ ഒന്ന് കുത്തി വെച്ചാൽ മതി. എന്നിട്ട് തയ്ച്ച് തുടങ്ങാം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലോട്ട് നമുക്ക് കിടക്കാം. അപ്പം വീഡിയോയിൽ ഞാൻ ആദ്യം തന്നെ ഞാൻ ചുരിദാർ എങ്ങനെയാണ് പാറ്റേൺ വരുന്നതെന്ന് കാണിച്ചു തരാം. അത് കഴിഞ്ഞിട്ട് അതിൻ്റെ സ്റ്റിച്ചിങ്ങും മാർക്കിങ്ങും ഉള്ളതൊക്കെ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് കാണിക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ ആരെങ്കിലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇതാണ് നമ്മുടെ കോട്ടൺ സിൽക്ക് മെറ്റീരിയൽ. നിങ്ങൾക്ക് കാണാം ഇതിൻ്റെ വിരിവ്, ഈ തുണിയുടെ വിരിവ് വളരെ കുറവായിരിക്കും. ഫോർ എക്സാമ്പിൾ നമ്മൾ റോ കോട്ടൺ മെറ്റീരിയലൊക്കെ മേടിക്കുവാണെങ്കിൽ അതിന് 44 ഇഞ്ചൊക്കെ ഉണ്ടാകും വിരിവ്. ഇതിന് 35 ഇഞ്ചേ ഉള്ളൂ. 35 ഇഞ്ചുള്ള മെറ്റീരിയൽ നമുക്ക് 3/4 സ്ലീവ് ഒക്കെ തയ്ക്കണമെങ്കിൽ 2.5 മീറ്റർ മേടിച്ചാൽ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് തയ്ക്കേണ്ടി വരും. നടുക്കേ കൂടെ കയ്യിൻ്റെ സ്ലീവിൻ്റെ ഈ ഒരു പോർഷനിൽ കൂടെ കട്ടിങ് വരും. അപ്പോൾ അത് അവോയ്ഡ് ചെയ്യണമെങ്കിൽ നമ്മൾ 2.5 മീറ്ററിന് പകരം 3 മീറ്റർ മേടിക്കുക. ഇങ്ങനെ വീതി കുറവുള്ള തുണിയാണെങ്കിൽ അതിന് 2.5ക്ക് പകരം 3 മീറ്റർ മേടിക്കുക. അതല്ല എന്നെങ്കിൽ 2.25 മീറ്റർ മേടിക്കുക. വണ്ണം പൊക്കം അധികം ഇല്ല, വണ്ണം അധികം ഇല്ലാത്ത ആൾക്കാർക്കാണെങ്കിൽ 2.25 ആയാലും കുഴപ്പമില്ല. അപ്പം ഇത് ഞാൻ 3 മീറ്ററാണ് മേടിച്ചിരിക്കുന്നത്. അപ്പം അത് രണ്ടായിട്ട് മടക്കിയിട്ട് ഇവിടെ വെച്ചിട്ട് കഴുത്ത് ഇച്ചിരി ബോഡ് നെക്ക് പോലത്തെ കഴുത്താണ്. അപ്പോൾ അതൊരു 5-5.5 ഉള്ള രീതിയിലാണ് ഞാൻ വെച്ചേക്കുന്നത്. അത് കഴിഞ്ഞിട്ടാണ് ഈ ചെസ്റ്റ് പോർഷൻ ഫുള്ളും വയറിൻ്റെ അവിടെ മുതൽ മേളിൽ കഴുത്തിൻ്റെ അവിടം വരെ ഫുള്ളും വർക്കാണ്. അത് ചെയ്തിരിക്കുന്നത് ബൂളിയൻ നോട്ടും ഫ്ലവേഴ്സ് ബൂളിയൻ നോട്ടും സ്റ്റെം സ്റ്റിച്ചും യൂസ് ചെയ്തിട്ടാണ്. ഇവിടെ വലിയ കളർ ഡിഫറൻസ് കാണത്തില്ല, പക്ഷേ ഇവിടെ 2 കളർ ത്രെഡാണ് യൂസ് ചെയ്തേക്കുന്നത്. നിങ്ങൾക്ക് ക്യാമറയിൽ കൂടെ ശരിക്കും കളർ ഡിഫറൻസ് മനസ്സിലാവുമെന്ന് അറിയത്തില്ല. ഇവിടെ ഒരു ഡാർക്ക് മസ്റ്റാർഡ് യെല്ലോയും അതുപോലെ തന്നെ ഓറഞ്ച് കളർ ത്രെഡും യൂസ് ചെയ്തിട്ടാണ്. അപ്പോൾ 2 ഷെയ്ഡിലുള്ള ത്രെഡ് യൂസ് ചെയ്തിട്ടാണ് ഇവിടെ ബൂളിയൻ നോട്ട് ചെയ്തിരിക്കുന്നത്. സ്റ്റെമ്മ് ഒരു ഒലീവ് ഗ്രീൻ കളർ ത്രെഡും യൂസ് ചെയ്തിട്ടാണ് തയ്ച്ചിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ നമുക്ക് ഇതിപ്പോൾ ഫ്രണ്ട് പോർഷനിൽ മാത്രമാണ് ഞാൻ തയ്ച്ചിരിക്കുന്നത്. ഇതുപോലെ വേണമെങ്കിൽ കുറച്ചും കൂടെ ഹെവി വർക്കൊക്കെ അല്ലെങ്കിൽ ഒരു ഫംഗ്ഷനൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫ്രണ്ടിലും ബാക്കിലൊക്കെ
തയ്ച്ച് ഇതുപോലെ തന്നെ ബാക്കും ഫുള്ളുമായിട്ട് ഇതുപോലെ സെയിം ഡിസൈൻ തന്നെ തയ്ച്ചാൽ കുറച്ചുകൂടെ ഭംഗിയുണ്ടാവും. അതുപോലെ തന്നെ കുറച്ചും കൂടെ അട്രാക്റ്റീവ് ആക്കണമെങ്കിൽ ഇതിൻ്റെയൊക്കെ ഇടയിൽ കുഞ്ഞു കുഞ്ഞു സീക്വൻസ് കിട്ടും. വളരെ കുഞ്ഞു സീക്വൻസ്, വലിയതല്ല, ഒത്തിരി തിളങ്ങുന്നതുമല്ല. അതും ഇതിൻ്റെ ഇടയിൽ വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ചും കൂടെ ഭംഗി കൂട്ടാം. സ്റ്റോൺസ് ഒക്കെ വെച്ചാൽ കുറച്ച് അധികമായി പോകും, അത്രയും വേണ്ട. കുഞ്ഞു കുഞ്ഞു സീക്വൻസ് അവിടെ ഇവിടെയും തയ്ച്ചിട്ടുണ്ടെങ്കിൽ അത് നല്ല ഭംഗിയായിരിക്കും. ഇപ്പം ഈ ഒരു ഡിസൈൻ്റെ ബ്ലൂ പ്രിൻ്റ് വീഡിയോയുടെ അവസാനം ഇട്ടിട്ടുണ്ടാകും. അപ്പോൾ ഈ ഒരു ഡിസൈനിൻ്റെ ഇത്രയും പോർഷനേ ഉണ്ടാവുള്ളൂ, ബ്ലൂ പ്രിൻറ്റിൻ്റെ അകത്ത് ഇത്രയും പോർഷനേ ഉണ്ടാവുള്ളൂ. അപ്പോൾ അതിൻ്റെ വീണ്ടും നമ്മൾ വരച്ച് കഴിഞ്ഞിട്ട് അതിൻ്റെ വീണ്ടും മാറ്റി വെച്ചിട്ട് അടുത്ത പോർഷനിൽ ഡിസൈൻ വരയ്ക്കുക. ഇതിനു മുമ്പ് ഞാൻ ചില ഡിസൈൻസ് ഇടുമ്പോൾ ഇതുപോലെ തന്നെയായിരുന്നു, വീണ്ടും മാറ്റിയിട്ട് വരയ്ക്കണമായിരുന്നു. അത് അപ്പോൾ ചിലവർക്ക് ഡിസൈൻ തരുമ്പോൾ എന്താ ബ്ലൂ പ്രിൻറ്റിൽ മുഴുവനായിട്ട് ഡിസൈൻ ഇല്ലല്ലോ എന്ന് എന്നോട് ചോദിച്ചു. അതാണ് ഞാനിപ്പോൾ ഇതിൻ്റെ അകത്ത് എടുത്തു പറയുന്നത്. ഈ ബ്ലൂ പ്രിൻറ്റിൻ്റെ അകത്ത് ഈ ഒരു ഇത്രയും പോർഷനത്തെ ബ്ലൂ പ്രിൻറ്റേ ഉള്ളൂ. അത് നിങ്ങൾ മാറ്റി മാറ്റി വരയ്ക്കുക. പിന്നെ ബ്ലാക്കിൽ തയ്ക്കുമ്പോൾ വൈറ്റ് അല്ലെങ്കിൽ യെല്ലോ കാർബൺ പേപ്പർ യൂസ് ചെയ്യുക. വൈറ്റ് കാർബൺ പേപ്പറോ അല്ലെങ്കിൽ യെല്ലോ കാർബൺ പേപ്പർ യൂസ് ചെയ്യുമ്പോഴും പെട്ടെന്ന് മാഞ്ഞു പോകാനുള്ള ചാൻസസ് ഉണ്ട്. അതുകൊണ്ട് കുറച്ച് പോർഷൻ വരയ്ക്കുക. ആദ്യം ഈ ഒരു പോർഷൻ വരച്ച് കഴിഞ്ഞ് തയ്ച്ച് കഴിഞ്ഞിട്ട് മതി അടുത്ത പോർഷനിലോട്ട് വരയ്ക്കാൻ പാടില്ല. അല്ലെങ്കിൽ നിങ്ങൾ തയ്ക്കുമ്പോഴേയും ബാക്കിത്തെ പോർഷനത്തെ വരച്ചേക്കുന്നത് മാഞ്ഞു പോകും. ഇതൊക്കെ ഒന്ന് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് തയ്ക്കുമ്പോൾ. നമുക്ക് സ്ലീവിൽ എങ്ങനെയാണ് തയ്ച്ചിരിക്കുന്നതെന്ന് കണ്ടു നോക്കാം. അപ്പോൾ നമ്മുടെ സ്ലീവിൽ വരുന്ന ഇതുപോലെയാണ്, താഴ്ത്തുനിന്ന് മേളിലോട്ടാണ് വർക്ക് വരുന്നത്. അത് ഇനിയും കൂട്ടണം എന്നുണ്ടെങ്കിൽ, ഹൈറ്റ് കൂട്ടണം, കുറച്ചും കൂടെ കൺജസ്റ്റഡ് ആയിട്ട് തയ്ക്കണം എന്നുണ്ടെങ്കിൽ അങ്ങനെയും തയ്ക്കാം. അതുപോലെ തന്നെ നിങ്ങൾക്ക് ബൂളിയൻ നോട്ട് ഫ്ലവേഴ്സ് കുഞ്ഞിതാ വേണമെന്നുണ്ടെങ്കിൽ 6 സ്ട്രാൻഡ്സിന് പകരം 4 സ്ട്രാൻഡ്സ് ഇട്ട് തയ്ച്ചാലും മതി. ഇപ്പം ഞാനിവിടെ 6 സ്ട്രാൻഡ്സ് ഇട്ട് തന്നെയാണ് തയ്ച്ചിരിക്കുന്നത്. ഞാൻ തിക്നെസ് എല്ലാം കുറച്ചിട്ടുണ്ട്, ഒത്തിരി ഫ്ലവേഴ്സ് കൺജസ്റ്റഡ് ആയിട്ട് തയ്ച്ചിട്ടുമില്ല. പിന്നെ നിങ്ങളിപ്പോൾ ഞാൻ കയ്യിൽ വെച്ച് കണ്ടല്ലോ തുണി മടക്കി പിന്നെ വെച്ചിരിക്കുന്നത്, അതുപോലെ പിന്നെ വെച്ചാലും മതി, അല്ലെങ്കിൽ അരികടിക്കുക. അപ്പോൾ നമുക്കിനി എങ്ങനെയാണ് ഇതിൻ്റെ മാർക്കിങ്ങും എങ്ങനെയാണ് തയ്ക്കേണ്ടതെന്നും ഒക്കെ ഒന്ന് കണ്ടു നോക്കാം. അപ്പോൾ നമുക്ക് ഉള്ള മെറ്റീരിയൽ 2.5 മീറ്റർ മെറ്റീരിയൽ ആണെങ്കിൽ നടുക്കെ മടക്കിയിട്ട് ഇങ്ങനെ വെക്കുക. നമുക്ക് ലെങ്ത്ത് വേണ്ടത് ഒരു 42 അല്ലെങ്കിൽ 44 മാക്സിമം ലെങ്ത്ത് മതി ഒരു ചുരിദാറിന്. അപ്പോൾ ആ രീതിയിൽ മടക്കി രണ്ടായിട്ട് ഈ 2.5 മീറ്റർ രണ്ടായിട്ട് മടക്കിയിട്ട് എടുക്കുക. നമ്മൾ കൃത്യമായിട്ട് എടുക്കുക. എന്നിട്ട് ഇപ്പോൾ ഇതാണ് നടുക്ക് പോർഷൻ. അത് കഴിഞ്ഞിട്ട് നമുക്ക് എന്തോരമാണ് കഴുത്തിൻ്റെ ലെങ്ത്ത്, ഇതാണ് സെൻറ്റർ കേട്ടോ. ഈ ചുരിദാർ മെറ്റീരിയലിൻ്റെ സെൻറ്റർ ഈ വരെയാണ് വരുന്നത്. ഇതാണ് സെൻറ്റർ, നമ്മുടെ മെറ്റീരിയലിൻ്റെ സെൻറ്റർ. ഇത് വീതി കുറവ്, ഞാൻ മുമ്പേ പറഞ്ഞ പോലെ വീതി കുറഞ്ഞ മെറ്റീരിയൽ ആയതുകൊണ്ട് സെൻറ്ററിൽ തന്നെയാണ് നമ്മൾ നെക്ക് വരയ്ക്കുന്നത്. അല്ലെങ്കിൽ വീതിയുള്ള മെറ്റീരിയൽ ആണെങ്കിൽ നമുക്ക് കുറച്ചും കൂടെ സൈഡിൽ പോയിട്ട് നെക്ക് വരച്ചിട്ട് ചുരിദാർ കട്ട് ചെയ്തിട്ട് ഈ ഒരു സൈഡിലായിരിക്കും നമ്മൾ കൈ കട്ട് ചെയ്യണത്. ഇപ്പോൾ ഇതിന് വിരിവില്ലാത്തതുകൊണ്ട് നമ്മൾ സെൻറ്ററിൽ തന്നെ ടോപ്പിന് മാത്രമുള്ള ഇതേ തികയത്തുള്ളൂ. അതുകൊണ്ട് സെൻറ്ററിൽ തന്നെയാണ് നമ്മൾ കഴുത്ത് വരയ്ക്കുന്നത്. അപ്പോൾ കഴുത്തിൻ്റെ എന്തോരം ഡെപ്ത് വേണം, ഞാനൊരു 5.5 ഒക്കെയാണ് എടുക്കുന്നത്. അപ്പോൾ അതെ ഇവിടെ 5.5 എടുക്കുക. അതുപോലെ തന്നെ എന്തോരം വിരിവ് വേണം, വൈഡ്നെസ് എന്തോരമാണ്. ഇപ്പോൾ 8 ഇഞ്ചാന്ന് വെച്ചോ, 8 ഇഞ്ച് ഇവിടെ മാർക്ക് ചെയ്യാം. ഈ 5.5 എന്നുള്ളത് നിങ്ങൾക്ക് കുറച്ച് 6 വേണമെങ്കിൽ എടുക്കാം. എന്ന് വെച്ചാൽ ഇവിടെ ഷോൾഡറിന് അടിച്ചു പോകുമ്പം കുറച്ച് ഒരു 1/2 ഇഞ്ചൊക്കെ പോകും. അതുകൊണ്ട് നമുക്ക് വേണമെങ്കിൽ 6 ആയിട്ട് എടുക്കാം, അല്ലെങ്കിൽ അടിച്ചു പോകും. എന്നിട്ട് ഇവിടെ ഇപ്പോൾ വൈഡ്നെസ് നമ്മൾ 8 മാർക്ക് ചെയ്തു. ഇവിടെ 4ഉം ഇങ്ങോട്ട് 4ഉം ഇങ്ങോട്ട് 4ഉം അങ്ങനെ. ഇനി ഇവിടെ നമ്മൾ ഇതുപോലെ തന്നെ 6 മാർക്ക് ചെയ്യുക. എപ്പോഴും നമ്മൾ കഴുത്ത് വരയ്ക്കുമ്പോൾ ആദ്യം തന്നെ ഇങ്ങനെ സ്ക്വയർ വരയ്ക്കുക. അപ്പോൾ ഇതങ്ങ് ജോയിൻ ചെയ്യുമ്പോൾ നമുക്ക് സ്ക്വയർ നെക്ക് കിട്ടും. സ്കെയിൽ ഉണ്ടെങ്കിൽ സ്കെയിൽ വെച്ച് നമുക്ക് ജോയിൻ ചെയ്യാം. ഇങ്ങനെ നമുക്ക് സ്ക്വയർ നെക്ക് കിട്ടും. ഇനി ഇത് റൗണ്ട് ആക്കണമെങ്കിൽ എളുപ്പമാണ്. ഇങ്ങനെ നമുക്ക് ഇങ്ങനെ കർവ് ചെയ്ത് വരുത്തിയാൽ മതി. ഒരു യു കഴുത്ത് പോലെ ആക്കിയെടുക്കാം. ഇങ്ങനെ ഇത് വരയ്ക്കുന്നത് നമ്മൾ ശ്രദ്ധിക്കുക, കർവ് ശരിക്കും വരാനായിട്ട്. ഇങ്ങനെ വരച്ചാൽ മതി. ഇങ്ങനെയാണ് നമ്മളൊരു നെക്ക് വരയ്ക്കുന്നത്. അത് ഈക്വലായിട്ട് വരാനായിട്ട് പിന്നെ നമ്മൾ മടക്കി വെച്ചിട്ട് സെയിം രീതിയിൽ തന്നെ വരച്ചാൽ മതി. ഈക്വലായിട്ട് നമുക്ക് കിട്ടും. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഡിസൈൻ വരുന്നത്, നമ്മുടെ ഡിസൈൻ ഇതാണ് നമ്മുടെ ഡിസൈൻ്റെ ബ്ലൂ പ്രിൻറ്റ്. അപ്പോൾ ഇത് താഴത്തുനിന്ന്
ഇവിടം വരെ നെക്ക് സ്റ്റാർട്ട് ചെയ്യുന്ന അവിടെ ആ പോയിന്റ് വരെ നമ്മുടെ ഡിസൈൻ ഉണ്ട്. അപ്പം നമുക്ക് ഇനി ഉള്ളത് ചെസ്റ്റ് പോർഷനിലാണ്. ചെസ്റ്റ് എന്തോരം വിരിവാണ് ഉള്ളതെന്ന് നോക്കുക. ഒരാളുടെ ചെസ്റ്റ് പോർഷൻ എന്തോരം വിരിവുള്ളതാണെന്ന് നോക്കുക. അപ്പോൾ അതനുസരിച്ചാണ് ഇനി ഇവിടെ വരയ്ക്കുന്നത്. അപ്പം നമുക്ക് നമ്മുടെ സ്വന്തം അളവാണെങ്കിൽ ഒരു ചുരിദാർ ഇട്ടിട്ട് ഇങ്ങനെ നോക്കി വെച്ചാൽ മതി. എവിടെയാണ് കൈ വന്നെ, എന്തോരമാണ് ചെസ്റ്റ് വന്നെ, ഇങ്ങനെയൊന്ന് ചുരിദാർ ഇട്ടിട്ട് വരച്ചാൽ മതി. ഇങ്ങനെ നമുക്കൊരു വേഗമായിട്ട് കിട്ടും. അപ്പം ഇതിൻ്റെ ഒരു മെഷർമെൻറ്റ് എത്രയാണെന്ന് നോക്കുക. ഇത്രയൊക്കെയാണ് വരുന്നത്. ഇപ്പോൾ 36 34 ഒക്കെ ആണെങ്കിൽ ഈ ഒരു സൈസിൽ വരും. ഈ ഒരു മെഷർമെൻറ്റ് മതി നമുക്ക്. ഇപ്പം എൻ്റെ ഒരു അളവാണ് ഞാൻ കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ ഒരു 34 32 34 ഒക്കെയാണ് ഞാൻ കാണിക്കുന്നത്. അപ്പം ആ ഒരു മെഷർമെൻറ്റ് എടുത്തിട്ട് നമ്മൾ അവിടെ മുതലാണ് വരയ്ക്കുന്നത്. അല്ലെങ്കിൽ ബാക്കി ഉള്ളിലോട്ട് കട്ടായി പോകുമല്ലോ. നമുക്ക് ആ മെഷർമെൻറ്റ് എടുത്ത് വെച്ചിട്ട് അവിടെ മുതലങ്ങ് വരച്ചു നോക്കുക. അപ്പോൾ ഇത് കുറച്ച് കൂടുതൽ മാറ്റി വെച്ചിരിക്കുന്ന അടിച്ചു പോണ ഏരിയ. അപ്പോൾ അങ്ങോട്ടേക്ക് നമ്മൾ ഡിസൈൻ തയ്ക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇത് ഡിസൈൻ നല്ല നേരെയായിട്ട് വെക്കുക, ചെരിഞ്ഞൊന്നും പോകാൻ നേരെയായിട്ട് വെക്കുക. ഇത് വരച്ച് ഡിസൈൻ ഇങ്ങനെ കീറിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഇങ്ങനെ കീറുവാണെങ്കിൽ അടുത്ത വേറൊരു പേപ്പറിലോട്ട് നിങ്ങൾ ട്രാൻസ്ഫർ ചെയ്യുക. അല്ലെങ്കിൽ പിന്നെ മുഴുവനും കീറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് പിന്നെ വരയ്ക്കാൻ പറ്റില്ലാത്ത അവസ്ഥയാവും. അപ്പോൾ ഇത് നിങ്ങൾ ഈ ഒരു പേപ്പർ, ഓയിൽ പേപ്പർ അല്ലെങ്കിൽ ഏത് ഡിസൈൻ പേപ്പർ മേളിൽ വെച്ച് കഴിഞ്ഞിട്ട് അത് അങ്ങോട്ടോ ഇങ്ങോട്ടോ നീങ്ങി പോകാണ്ട് എന്തെങ്കിലും വെയിറ്റ് ഉള്ള ഒരു ഒബ്ജക്റ്റ് ഈ സൈഡിൽ വെച്ചിട്ട് ഈ സൈഡിൽ കൂടെ കാർബൺ പേപ്പർ, ഞാനിവിടെ യെല്ലോ കാർബൺ പേപ്പർ എടുത്തേക്കുന്നത്, അത് വെക്കുക ഇതിൻ്റെ അടിയിലോട്ട്. ഇത് ഇനി ഇവിടെ മൂവ് ചെയ്യാൻ പാടില്ല, അല്ലെങ്കിൽ ഡിസൈൻ പിന്നെ വളഞ്ഞു പോകും. അത് മൂവ് ചെയ്യാണ്ടിരിക്കാൻ വേണ്ടി ഞാനിവിടെ കൈ വെച്ചിട്ടുണ്ട്. ഇങ്ങനെ നമ്മൾ കാർബൺ പേപ്പർ അടിയിൽ വെച്ചു. ഇനി പെൻ വെച്ചിട്ട് വരച്ചാൽ മതി. ഇങ്ങനെ ഡിസൈൻ ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ അടിയിൽ ഈ തുണി മാറ്റി വെക്കുക. പ്ലെയിനായിട്ട് ഒറ്റ ലെയറിൽ തുണി വെക്കുക. അതിൻ്റെ അടിയിൽ പേപ്പറോ എന്തെങ്കിലും കട്ടിയുള്ള സാധനം വെച്ചിട്ട്, ബുക്കോ എന്തെങ്കിലും വെച്ചിട്ട് വരയ്ക്കുവാണെങ്കിൽ കുറച്ചും കൂടെ നല്ലതായിട്ട് വരും. തുണിയുടെ മേളിൽ വെച്ച് വരച്ചിട്ടുണ്ടെങ്കിൽ അത്ര നല്ലതായിട്ട് ട്രേസ് ചെയ്താൽ വരത്തില്ല. ഇനി നമുക്ക് ഡിസൈൻ ഇതുപടി അങ്ങ് വരച്ചാൽ മതി. ഞാനിവിടെ പെൻ വെച്ചിട്ടാണ് വരയ്ക്കണേ. നമുക്ക് പെൻസിലായെന്ന് വെച്ച് കുഴപ്പമൊന്നുമില്ല. ഇതുപോലെ ഡിസൈൻ ട്രാൻസ്ഫർ ചെയ്യുക. അപ്പോൾ നമ്മൾ ഡിസൈൻ ട്രാൻസ്ഫർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് നോക്കാം ശരിക്കും വന്നോ എന്ന് നോക്കാം. അപ്പോൾ നമ്മുടെ ഡിസൈൻ നേരവാടിന് വന്നിട്ടുണ്ട്. ഒത്തിരി ഡാർക്കായിട്ടില്ല, ലൈറ്റായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ വരയ്ക്കുമ്പോൾ ഒരു പോർഷൻ വരച്ചിട്ട് തയ്ച്ച് കഴിഞ്ഞിട്ട് അടുത്ത പോർഷൻ വരച്ചാൽ മതി, അല്ലെങ്കിൽ അത് മാഞ്ഞു പോകും. ഇനി നമ്മൾ ഇതിൻ്റെ അകത്ത് ഫ്രെയിം ഇടാനാണ് പോണേ. ഫ്രെയിം ഇത് മുഴുവനും കൊള്ളുന്ന വലിയ ഫ്രെയിം 16 അല്ലെങ്കിൽ 18 ഇഞ്ചിൻ്റെ ഫ്രെയിം ഉണ്ടെങ്കിൽ അതിട്ടാൽ നല്ലത്. ഒറ്റയടിക്ക് ഫുള്ളും തയ്ച്ച് തീർക്കാം. അതല്ല എന്നുണ്ടെങ്കിൽ മീഡിയംസ് നിങ്ങളുടെ കയ്യിൽ ഏത് അവൈലബിൾ ഉള്ളതെന്ന് വെച്ചാൽ ആ ഫ്രെയിം ഇടുക. ഇട്ട് കഴിഞ്ഞിട്ട് ബൂളിയൻ നോട്ടാണ് നമുക്ക് തയ്ക്കുന്നത്. തയ്ച്ച് കഴിയുമ്പോൾ അടുത്ത ഫ്രെയിം ഇടുമ്പോൾ ഇത്തിരി ബുദ്ധിമുട്ടുണ്ടാകും, ഈ നോട്ട്സ് ഉള്ളതെല്ലാം തടിച്ചിരിക്കുന്ന കാരണം. അപ്പോൾ അത് സൂക്ഷിച്ചും കണ്ടും ഇട്ടേച്ചാൽ മതി. ആദ്യം ആ തടിച്ചിരിക്കുന്ന പോർഷൻ ഇട്ട് കഴിഞ്ഞിട്ട് അവിടെ കീറ്റി കഴിഞ്ഞിട്ട് മറ്റേ സൈഡ് താത്തിയാൽ മതി. അങ്ങനെ ചെയ്താൽ കുഴപ്പമൊന്നും വരത്തില്ല. അപ്പോൾ ഇതുപോലെ 2 റിങ്സ് ഉണ്ടാകും. ഒരു റിങ് ഇങ്ങനെ സ്ക്രൂ ഇല്ലാത്ത റിങ് തുണിയുടെ താഴെയും, സ്ക്രൂ ഉള്ള റിങ് തുണിയുടെ മേലിലുമാണ് വെക്കേണ്ടത്. അപ്പോൾ ഞാൻ ആദ്യം ഈ താഴത്തെ പോർഷനാണ് തയ്ക്കുന്നത്. അപ്പോൾ ഇതുപോലെ വെക്കുക, വലിച്ചു പിടിക്കുക, സ്ട്രെച്ച് ചെയ്ത് ടേബിളിലൊക്കെ വെച്ചിട്ട് ഇതുപോലെ നമ്മൾ ഫ്രെയിം ഇടുക. കട്ടിലൊന്നും വെച്ച് ഫ്രെയിം ഇടാണ്ട് ടേബിളിൽ വെച്ച് ഫ്രെയിം ഇതുവരെ ഇടുക. അത് കഴിഞ്ഞിട്ട് ലൂസാണെന്ന് തോന്നുവാണെങ്കിൽ ഇങ്ങനെ ടൈറ്റൻ ചെയ്യുക. പതുക്കെ വേണമെങ്കിൽ നേരെയായിട്ട് വന്നില്ല, കുറച്ചും കൂടെ വലിഞ്ഞിരിക്കണം എന്നുണ്ടെങ്കിൽ പതുക്കെ തുണിയിൽ പിടിച്ച് വലിക്കാം. അതും വളരെ പതുക്കെ ചെയ്യാമുള്ളൂ, അല്ലെങ്കിൽ പിഞ്ചി പോകും. ഇങ്ങനത്തെ മെറ്റീരിയൽ, സിൽക്ക് മെറ്റീരിയലൊക്കെ പെട്ടെന്ന് പിഞ്ചി പോകും. അത് സൂക്ഷിക്കുക. ഇനിയിപ്പോൾ നമ്മൾ ആദ്യം തന്നെ സ്റ്റെം സ്റ്റിച്ചാണ് തയ്ക്കുന്നത്. അപ്പം ഇവിടെ യൂസ് ചെയ്തേക്കുന്നത് 3 കളർ ത്രെഡ്സാണ് യൂസ് ചെയ്തേക്കുന്നത്. ഇതൊക്കെയാണ് 3 കളർ ത്രെഡ്സ്. സ്റ്റെം തയ്ക്കാനായിട്ട് 281 ആങ്കറിൻ്റെ ത്രെഡ് കോഡ് 281ഉം പിന്നെ ഫ്ലവേഴ്സ് ഓൾട്ടർനേറ്റ് ആയിട്ട് അവിടെ എവിടെയും സ്കാറ്റർ ചെയ്ത് ഞാൻ മാറ്റിയാണ് തയ്ച്ചേക്കുന്നത്. ഒന്ന് 330ഉം ഒന്ന് 316ഉമാണ്. ഒറ്റ നോട്ടത്തിൽ വലിയ കളർ ഡിഫറൻസ് നമുക്ക് ഫീൽ ചെയ്യത്തില്ല, പക്ഷേ ഒരു ലൈറ്റ് ഡിഫറൻസ് ഉണ്ട്.
അപ്പോൾ നമുക്ക് ആദ്യം തന്നെ സ്റ്റെം തയ്ക്കാം. സ്റ്റെം തയ്ക്കാനായിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് 6 സ്ട്രാൻഡ്സിൽ നിന്ന് 3 സ്ട്രാൻഡ്സ് ആണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇങ്ങനെ എടുത്തിട്ട് ഇത് നമുക്ക് ആവശ്യത്തിന് ലെങ്ത് എടുത്തിട്ട് ഇതുപോലെ സ്പ്ലിറ്റ് ചെയ്ത് 3 ആക്കി എടുക്കുക. ഇതുപോലെ ഇപ്പോൾ ഇതിൽ നോക്കിയാൽ അറിയാം 3 ത്രെഡ്സ് കാണാം. 3 ത്രെഡ്സ് ആണ് ഞാൻ എടുക്കുന്നത്, അല്ലെങ്കിൽ എംബ്രോയ്ഡറി ഫ്ലോസ് എന്ന് പറയും. അപ്പം 3 ഫ്ലോസ് ആണ് ഞാൻ എടുക്കുന്നത് സ്റ്റെം തയ്ക്കാനായിട്ട്. അങ്ങനെ കോർത്ത് വെച്ച സൂചിയാണിത്. അപ്പോൾ ഇത് നമുക്ക് അധികം ലെങ്ത് ഇല്ല. അപ്പോൾ ആദ്യം നമുക്ക് സ്റ്റെം തയ്ച്ച് തുടങ്ങാം. അപ്പോൾ ഞാൻ ഇവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. 3 സ്ട്രാൻഡ്സ് യൂസ് ചെയ്തിട്ട് ഇതുപോലെ കുറച്ച് ഡിസ്റ്റൻസ് എടുത്തിട്ട് സ്റ്റാർട്ടിംഗ് പോയിന്റിലോട്ട് പോകുന്നു. എപ്പോഴും ത്രെഡ് റൈറ്റ് സൈഡിലോട്ട് വെക്കുക, ഏതെങ്കിലും ഒരു സൈഡിൽ തന്നെ എപ്പോഴും വെക്കുക. ഇപ്പോൾ ഇതിൻ്റെയൊക്കെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഓരോ സ്റ്റിച്ചിൻ്റെ ബൂളിയൻ നോട്ട് ആയാലും അതല്ലെങ്കിൽ സ്റ്റെം സ്റ്റിച്ച് ആയാലും ഡീറ്റെയിൽഡ് ആയിട്ടുള്ള സ്റ്റിച്ചസിൻ്റെ ട്യൂട്ടോറിയൽ ഇതിനു മുമ്പ് ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ ആരെങ്കിലും കാണാത്തവരുണ്ടെങ്കിൽ മേളിൽ കാർഡിൽ അതിൻ്റെ ലിങ്ക് വരും. അതുപോലെ തന്നെ താഴെ ഡിസ്ക്രിപ്ഷനിലും അതിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ടാകും. ഇതുപോലെ കുഞ്ഞതായിട്ട് സ്റ്റെം സ്റ്റിച്ച് തയ്ക്കുക, അടുപ്പിച്ച് സ്റ്റെം സ്റ്റിച്ച് തയ്ക്കുക. ഇവിടെ കുഞ്ഞു ബ്രാഞ്ചസ് ഉണ്ട്. ഓരോ ഫ്ലവേഴ്സിൻ്റെ ഇടയിൽ കുഞ്ഞു ബ്രാഞ്ച് കഴിഞ്ഞിട്ടാണ് ഫ്ലവർ വരുന്നത്. അപ്പോൾ ആ കുഞ്ഞു ഇതിലോട്ട് നമുക്ക് ഒറ്റയടിക്ക് തയ്ച്ചു പോകാൻ പറ്റില്ല. ഇങ്ങനെ സ്റ്റെം തയ്ച്ചു കഴിഞ്ഞിട്ട് അത് ഇൻഡിവിജ്വലി തയ്ക്കണം. അപ്പോൾ ഓരോ ഇതും കഴിഞ്ഞിട്ട് ഓരോന്നത്തിൻ്റെ ഇതിൻ്റെ ഇടയിൽ അപ്പോൾ ഇതിൻ്റെ ഒപ്പം തന്നെ ഇതിവിടെ തയ്ച്ചു പോകാൻ പറ്റില്ല, ഇതിൻ്റെ കണ്ടിന്യൂറ്റി പോകും. അപ്പോൾ ഇതെല്ലാം തയ്ച്ചു കഴിഞ്ഞിട്ട് ഏറ്റവും അവസാനം ഇത് തയ്ക്കുക. അപ്പം അങ്ങനെ വരുമ്പോൾ കുറച്ചധികം കെട്ടിടേണ്ട വരും ഇൻഡിവിജ്വലായിട്ട്. പിന്നെ ഇവിടുന്ന് പിന്നെ ഇങ്ങോട്ടേക്ക് പാസ് ചെയ്ത് ഒത്തിരി ലെങ്ത് ഉണ്ട്. അപ്പോൾ അത് ചുരിദാറിൻ്റെ അടി കാണാൻ ഭംഗിയുണ്ടാവില്ല. ഇതൊക്കെ ലൈനിങ് ഇട്ടാണ് തയ്ക്കുന്നത്. അപ്പോൾ പിന്നെ കുഴപ്പമില്ല. എന്നിരുന്നാലും ഇൻഡിവിജ്വലായിട്ട് തയ്ക്കുന്നതാണ് നല്ലത്. ഇപ്പോൾ നമ്മൾ സ്റ്റെം സ്റ്റിച്ച് തയ്ച്ചു കഴിഞ്ഞു. അതുപോലെ ബാക്കിത്തെ എല്ലാ സ്റ്റെമ്മും തയ്ക്കണം. ഞാനിതിവിടെ നിങ്ങളെ കാണിക്കാനായിട്ട് ഞാനിപ്പോൾ ബൂളിയൻ നോട്ടാണ് ചെയ്യുന്നത്. അപ്പം ഈ 3 പെറ്റിലാണല്ലോ കാണുന്നത്. ഏതെങ്കിലും ഒരു പെറ്റിൽ ആദ്യം നടുക്കത്തെ പെറ്റിൽ ആദ്യം തയ്ക്കരുത്. ഏത് സൈഡിലത്തെ വേണമെങ്കിലും എടുക്കാം. ഒരു പെറ്റിലെടുക്കുക, അതിൻ്റെ ലെങ്ത്ത് എന്തോരമാണെന്ന് വെച്ചാൽ ആ ലെങ്ത്തിൽ കുത്തിയെടുക്കുക. നമ്മൾ ഇതുപോലെ കുത്തിയെടുത്തിട്ട് ഇപ്പോൾ ഈ ഒരു ഡിസ്റ്റൻസിന് ഞാൻ 8 വട്ടമാണ് ചുറ്റുന്നത്. 8ഓ 10ഓ വട്ടം ചുറ്റുക. നിങ്ങൾക്ക് നല്ല വളഞ്ഞ് വരണമെന്നുണ്ടെങ്കിൽ 10 വട്ടം ചുറ്റുക, അതല്ല എന്നുണ്ടെങ്കിൽ 8 വട്ടമായാലും മതി. ഇപ്പം ഞാൻ 10 വട്ടമാണ് ചുറ്റിയേക്കുന്നത് കേട്ടോ. എന്നിട്ട് ഇതുപോലെ ഊരിയെടുക്കുക. ഒത്തിരി ടൈറ്റ്ലി ചുറ്റിയിട്ടുണ്ടെങ്കിൽ ഇത് ഊരിയെടുക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. അപ്പം ഇതിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ബൂളിയൻ നോട്ട്, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ബൂളിയൻ നോട്ട് വെച്ചിട്ട് പല രീതിയിലും പൂ തയ്ക്കുന്നതൊക്കെ ഇതിനു മുമ്പ് ഞാൻ കാണിച്ചിട്ടുണ്ട്. 2 വീഡിയോ ആയിട്ട് ഇട്ടിട്ടുണ്ട്. അപ്പോൾ ആരെങ്കിലും കാണാത്തവരുണ്ടെങ്കിൽ അതിൻ്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ടാകും. അതുപോലെ തന്നെ കാർഡിലും വരും. ഇതിപ്പം നമ്മൾ തയ്ച്ചു കഴിഞ്ഞു. എന്നിട്ട് ഇത് നമ്മുടെ എങ്ങനെയാണ് വളഞ്ഞാൽ വരേണ്ടത്, എന്തോരം വളഞ്ഞാൽ വേണ്ടതെന്ന് വെച്ചാൽ അതുപോലെ വളച്ച് വെച്ചിട്ട് നമ്മൾ ഉടക്കി വെക്കുക ഇതുവരെ. അപ്പോൾ നമ്മുടെ പെറ്റിൽ വളഞ്ഞിരുന്നോളും. ഇപ്പോൾ 2 സൈഡിൽ നിന്നും വളഞ്ഞിരിക്കുന്നു. നടുക്ക് ഒരെണ്ണം സ്ട്രെയിറ്റ് ആയിട്ട് ഇരിക്കണം. അങ്ങനെയാണ് നമ്മുടെ ഈ ഒരു ഫ്ലവർ വരുന്നത്. അപ്പോൾ ഇപ്പുറത്തെ സൈഡിൽ നിന്ന് ഇതുവരെ തന്നെ എടുക്കുക. പെറ്റലെല്ലാം എല്ലാ പെറ്റലും സെയിം നമ്പർ ഓഫ് ടേൺസ് ആണ് നമ്മൾ എടുക്കുന്നത്. അപ്പോൾ ഇവിടെയും നമ്മൾ ഇതുവരെ തന്നെ മറ്റേടത്ത് 10 ചുറ്റിയത്, ഇവിടെയും 10 തന്നെ ചുറ്റുക. ഇനി സെൻറ്ററിലും ഇതുപോലെ തന്നെ സ്ട്രെയിറ്റ് ആയിട്ട് തയ്ക്കുക. അവിടെയും സെയിം നമ്പർ ഓഫ് ടേൺസ് തന്നെ എടുക്കണേ. അതുപോലെ തന്നെ ബാക്കിയുള്ള എല്ലാ ഫ്ലവേഴ്സും തയ്ച്ച് എടുക്കുക.
അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആയെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കണ്ട. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും എങ്ങനെയാണ് ഒരു പ്ലെയിൻ മെറ്റീരിയൽ കിട്ടിയ, എങ്ങനെയാണ് എത്ര ഇഞ്ചാണ് നെക്കിൻ്റെ ഡെപ്ത് വരുന്നത്, എവിടെയൊക്കെയാണ് ഡിസൈൻ വരയ്ക്കേണ്ടത്, സ്ലീവ്സ് എവിടെയാണ് വരുന്നത് എന്നൊക്കെയുള്ളൊരു ഐഡിയ കിട്ടിയെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പം നമുക്ക് അടുത്ത ദിവസം മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും ബൈ.